ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥിനോട് പ്രേമയുടെ ഭർത്താവ് പറയുന്നു, നമുക്ക് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കേണ്ട അളിയ. ഓണം ആഘോഷിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. അതല്ല അളിയ, നമുക്ക് ഇപ്രാവശ്യം ദേവികയെ ഓണത്തിന് ഇങ്ങോട്ട് വിളിക്കാം. അതിന് ദേവികയ്ക്ക് ഓണമില്ലല്ലോ. നിത്യ മരിച്ചതുകൊണ്ട് അവിടെ ഓണമില്ല. അതാണ് ഞാൻ പറഞ്ഞത് ദേവികയെ ഇങ്ങോട്ട് വിളിക്കാമെന്ന്. അടുത്ത ഓണത്തിന് എന്തായാലും ദേവിക ഇവിടെ ഉണ്ടാകും. ശരി, ഞാൻ ദേവികയെ ക്ഷണിച്ചു നോക്കാം. വരുമോ എന്നറിയില്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. സ്വർണം കിട്ടാനായി തലമുട്ടയടിച്ച് കാവടി എടുക്കണമെന്ന് ചന്ദ്രയോട് പ്രേമ പറയുന്നു. അതിനായി വൃദ്ധം എടുക്കണമെന്നും പറയുന്നു. എന്നിട്ട് കുറെ ഭസ്മം ചന്ദ്രയുടെ മുഖത്തേക്ക് പ്രേമ എറിയുന്നു. ചന്ദ്ര ബിരിയാണി കഴിക്കുന്നത് കണ്ട് പ്രേമ ചോദിക്കുന്നു, നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിൽ വൃദ്ധമായതുകൊണ്ട് ആരും അരിഭക്ഷണവും മീനും മാംസവും ഒന്നും കഴിക്കരുതെന്ന്. എനിക്ക് വ്രതമൊന്നുമില്ലെന്ന് ചന്ദ്ര പറയുന്നു. അതോടെ ചന്ദ്ര കഴിക്കുന്നത് പ്രേമ തട്ടിക്കളയുന്നു. പാത്രവും നിലത്തിട്ട് പൊട്ടിക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണ്, ഞാൻ പുറത്തുപോയി എനിക്കിഷ്ടമുള്ളത് കഴിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്ര പോകുമ്പോൾ പ്രേമ നിക്കടി എവിടെയെന്ന് പറഞ്ഞ് ചന്ദ്രയെ അടിക്കുന്നു. നിങ്ങളുടെ ഒരു വ്രതം ഇപ്പോൾ തന്നെ കിട്ടും. നിങ്ങളുടെ സ്വർണം അതെങ്ങനെ നിനക്കറിയാമടി? അപ്പോൾ നീ തന്നെയാണല്ലേ എൻ്റെ സ്വർണം എടുത്തത്? അതാണല്ലേ വ്രതമെടുത്താലൊന്നും സ്വർണം കിട്ടില്ലെന്ന് നീ പറഞ്ഞത്? പ്രേമ വീണ്ടും ചന്ദ്രയെ അടിക്കുന്നു. ഓണത്തിന് സിദ്ധാർത്ഥ് വന്ന് ദേവികയെ ക്ഷണിക്കുന്നു. മനോഹരനും അമ്മയും വരുന്നില്ലെന്നും ദേവികയും പ്രിയയും വരുമെന്നും മനോഹരൻ സിദ്ധാർത്ഥിനോട് പറയുന്നു. മനോഹരന്റെ അമ്മയ്ക്ക് അവരുടെ ഒപ്പം ഓണം ആഘോഷിക്കാൻ പോകണമെന്നുണ്ട്. പക്ഷെ മനോഹരൻ അമ്മയോട് പോകേണ്ടെന്ന് പറയുന്നു. അമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓണത്തിന് ദേവിക ആഘോഷിക്കാതിരിക്കാൻ ദേവികയ്ക്ക് പായസത്തിൽ കലക്കി കൊടുക്കാൻ ചന്ദ്രയുടെ കൈവശം ശരത്ത് മരുന്ന് കൊടുക്കുന്നു. ഇത് കഴിച്ചാൽ ദേവിക മരിക്കുമോ എന്ന് ചന്ദ്ര ചോദിക്കുന്നു. മരിക്കില്ല, ഛർദ്ദിച്ച് അവളെ ഹോസ്പിറ്റലിൽ കിടത്തേണ്ടി വരുമെന്ന് പറയുന്നു. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ വരുന്ന ദേവികയ്ക്ക് കൊടുക്കാനുള്ള പായസത്തിൽ ചന്ദ്ര മരുന്ന് കലക്കുന്നത് പ്രേമ കാണുന്നു. പ്രേമ മരുന്ന് കലക്കിയ പായസം മാറ്റി ചന്ദ്രയെ കൊണ്ട് കുടിപ്പിക്കുന്നു. ഡോക്ടർ നിരഞ്ജനോട് അക്ഷര പറയുന്നു, ഇനി നമ്മൾ ഒരുമിച്ചൊരു ഓണം ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം എന്റെയും ശ്രുതിമോളുടെയും കൂടെ ഉണ്ടാകണം. നിങ്ങൾ മറ്റാർക്കെങ്കിലും ഓണത്തിന് വരാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. ഇപ്രാവശ്യം ഇവിടെ ഓണം ആഘോഷിക്കണം. ഡോക്ടർ നിരഞ്ജൻ അക്ഷരയോട് ഓണത്തിനുണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർ മാലിനി നിരഞ്ജനെ അവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ ക്ഷണിക്കുന്നു. അക്ഷരയ്ക്ക് വാക്കുകൊടുത്തതുകൊണ്ട് വരാൻ കഴിയില്ലെന്ന് നിരഞ്ജൻ പറയുന്നു. അല്ലെങ്കിലും ഞാനെന്നും ഒറ്റയ്ക്കാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് ഡോക്ടർ മാലിനി പറയുന്നു. ഡോക്ടർ ജയശങ്കറിനോട് സ്വാമി പറയുന്നു, ഇപ്രാവശ്യം നിരഞ്ജൻ സാർ ഡോക്ടർ മാലിനിയുടെ കൂടെയാകും ഓണം ആഘോഷിക്കുന്നതെന്ന്. അതെന്താണ് സ്വാമി അങ്ങനെ പറഞ്ഞതെന്ന് ഡോക്ടർ ജയശങ്കർ ചോദിക്കുന്നു. അല്ല, അന്നത്തെ ആ പ്രശ്നത്തോടെ രണ്ടുപേർക്കും എന്ത് ചെയ്യാനുമുള്ള ലൈസൻസ് ആയല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിരഞ്ജന്റെ ഓണം ഇവിടെ തന്നെയാണ്. നിരഞ്ജൻ വരുമ്പോൾ ഡോക്ടർ ജയശങ്കർ ചോദിക്കുന്നു, നിരഞ്ജന്റെ ഇത്തവണത്തെ ഓണം ഇവിടെ തന്നെയല്ലേ എന്ന്. അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇതുവരെ ഇല്ലാത്തത് പലതുമാണല്ലോ ഇപ്പോൾ നടക്കുന്നതെന്ന് ഡോക്ടർ ജയശങ്കർ പറയുന്നു. എന്തായാലും നിരഞ്ജൻ ഇത്തവണ ഓണത്തിന് ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഡോക്ടർ ജയശങ്കർ പറയുമ്പോൾ, ഞാൻ ഇവിടെ തന്നെ ഓണം ആഘോഷിക്കാമെന്നാണ് ഇതുവരെ കരുതിയത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനം മാറ്റുന്നു. ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന പഴയ നിരഞ്ജനല്ല. എന്നിട്ട് നിരഞ്ജൻ ഡോക്ടർ മാലുവിനെ വിളിച്ച് ഓണത്തിന് അവരുടെ വീട്ടിൽ വരാമെന്ന് പറയുന്നു. ഡോക്ടർ നിരഞ്ജൻ മരിക്കുമെന്ന് കരുതി അക്ഷരയെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഡോക്ടർ മാലിനിയുമായി ബന്ധമുണ്ടെന്ന് കാണിക്കുന്നത്. മരിക്കാനിരിക്കുന്ന ഒരാൾ കിട്ടുന്ന സമയം, പ്രത്യേകിച്ച് ഓണമൊക്കെ അക്ഷരയുടെയും കുട്ടിയുടെയും കൂടെ ആഘോഷിക്കേണ്ടതല്ലേ. അല്ലാതെ പണ്ടെങ്ങോ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണുമായി ഓണം ആഘോഷിക്കാൻ പോകുന്ന ഡോക്ടർ നിരഞ്ജൻ പണ്ട് അക്ഷര ചെയ്ത തെറ്റിന് പകരം വീട്ടുന്നതായിട്ടാണ് തോന്നുന്നത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.